കതിർമണിയുടെ ഹൃദയ സംഗീതം, പ്രകൃതിയേകും കനികൾ കൊണ്ടൊരു ഭക്ഷ്യ സംസ്കാരം, രുചികൾ തേടും തലമുറയ്ക്കൊരു പുതിയ സന്ദേശം, ഊർജമുണരാൻ വപുസിനായി സുഹൃത സന്ദേശം. മധുരമാമി മനസ്സുകൾക്കൊരു മൃദുല സംഗീതം, ലോകമൊഴിയും തലമുറയ്ക്കൊരു പുതിയ സംസ്കാരം, ഇനിയും ഉണരും ഭക്ഷ്യ സംസ്കൃതി നിറയെ വളരണം, ഇനിയും ഈ വനസന്ധ്യ തോറും പൂക്കൾ നിറയണം. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി, നേച്ചർ ലൈഫ് എന്ന പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപകൻ. കേരളത്തിലുടനീളം എല്ലാ മാസവും പ്രകൃതി സന്ദേശയാത്ര കഴിഞ്ഞ 12 വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി കോളേജ് പഠനത്തിനിടയിൽ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും പിന്നീട് തന്റെ ജീവിതം രാസവിമുക്ത ജീവിതശൈലി എന്ന സ്വപ്നത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. വൈദ്യഭൂഷണം രാഘവൻ തിരുമൂൽപ്പാടിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആയുർവേദവും പ്രകൃതി ചികിത്സയും ഗുരുകുല സമ്പ്രദായപ്രകാരം പഠിച്ചു. ഹിമാലയത്തിലെ ഋഷികേശിലെ ശിവാനന്ദ ആശ്രമത്തിൽ നിന്നും യോഗ അഭ്യസിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള 1995 സ്പിരിറ്റ് ഓഫ് അസീസി നാഷണൽ അവാർഡ് ഡോക്ടർ ജേക്കബിന് ലഭിച്ചു. രോഗത്തിനേക്കാൾ ശ്രദ്ധ രോഗകാരണത്തിന് നൽകണം എന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർക്ക് തന്റെ നേച്ചർ ലൈഫ് രീതികളിലൂടെ ഒരു സാന്ത്വനമായി എത്തുന്നു. ഇളം വെയിൽ കൊള്ളുക, പോക്കുവെയിൽ കൊള്ളുക എന്നുള്ളത് ആരോഗ്യകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി ഏറ്റവും അമൂല്യമായി ശരീരത്തിന് ലഭിക്കേണ്ട വൈറ്റമിൻ ഡി കിട്ടുന്നതിന്, ക്യാൻസർ ഇല്ലാതാകുന്നതിന് അല്പം വെയിൽ കൊള്ളുക. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുക. അരക്കെട്ട് മാത്രം തണുപ്പിക്കുന്ന, കാലുകൾ പുറത്തിട്ട് അരക്കെട്ട് മാത്രം തണുപ്പിക്കുന്ന ഒരു ഉദര സ്നാനമുണ്ട്, ഹിബ്ബാത്ത് എന്നൊരു രീതിയുണ്ട് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിൽ. അതൊരു അരമണിക്കൂർ. നേച്ചർ ലൈഫിൻ്റെ ഏത് ശാഖയിൽ വന്നാലും ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചിട്ട് പോരാം. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. ദിവസേന 2:30 മണി തുടങ്ങി നേച്ചർ ലൈഫിൽ പ്രകൃതി ക്ലാസ് ഉണ്ട്. സൗജന്യമായി തന്നെ ആർക്കും വന്നതിൽ പങ്കെടുക്കാം. സമൂഹത്തെ രോഗമുക്തമാക്കുക, രോഗങ്ങളില്ലാത്തൊരു ഭാരതം ഉണ്ടാക്കുക എന്ന സ്വപ്നത്തിനാണ് നേച്ചർ ലൈഫ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് പഠിച്ചിട്ട് പോരാം, ചിട്ടകളെക്കുറിച്ച് അറിഞ്ഞിട്ട് പോരാം. അതോടൊപ്പം തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിൽ, പ്രമേഹത്തെ മാറ്റി പാൻക്രിയാസിനെ ഉണർത്തുന്നതിൽ, ദഹനശക്തി കൂട്ടുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിക്കുന്നതാണ് യോഗയിലെ ചില ലളിത രീതികൾ. പ്രത്യേകിച്ച് കാലുകൾ മടക്കി ഉപ്പൂറ്റിയിലിരിക്കുന്ന വജ്രാസനമെന്നാണ് യോഗയിൽ അതിനെ പറയുക. പാൻക്രിയാസിനെ ഉണർത്താൻ, അരക്കെട്ടിന് ബലം നൽകാൻ വളരെ നല്ല ഒരു രീതിയാണ് വജ്രാസനത്തിൻ്റേത്. ഒരു 10 മിനിറ്റ് സൂര്യ നമസ്കാരമോ അതല്ല എങ്കിൽ യോഗമുദ്രയോ പവനമുക്താസനമോ വളരെ ലളിതമായി ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതുകൂടെ ചെയ്ത് ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ ആവശ്യത്തിനുള്ള ഉറക്കവും ശരീരത്തിലെ കോശങ്ങളുടെ കേട് തീർക്കാൻ
ഉള്ളിലിരിക്കുന്ന രോഗപ്രതിരോധ ശക്തിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ വിശ്രമവും നൽകിയാൽ പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് പ്രമേഹത്തെ ഭയക്കേണ്ടതില്ല. പ്രമേഹം പിടിച്ചു എന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല. അല്പം ചിട്ടകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ ആരോഗ്യകരമാക്കിക്കൊണ്ട്, ജീവിത രീതികളെ ആരോഗ്യകരമാക്കിക്കൊണ്ട് പ്രമേഹത്തെയും മാറ്റിയെടുക്കാം. മരുന്നിൽ നിന്നും ഇൻസുലിനിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ട് ആരോഗ്യകരമായ ആനന്ദകരമായ ഒരു ജീവിതം നിങ്ങൾക്കും സ്വന്തമാക്കാം.